എടി മോളെ എലിസബത്ത്, എലിസബത്ത് ഇങ്ങോട്ടൊന്ന് വന്നേടി. മോളെ, എടി മോളെ, നിന്നോട് നിന്റെ ചേച്ചി എന്തോ പറഞ്ഞത്? ചേച്ചിക്ക് സങ്കടമുണ്ട്. ഡാഡി ആ കാർഡ് കീറിക്കളഞ്ഞതിൽ. എടി അവക്ക് വട്ട്. ഞാൻ പറഞ്ഞാട്ട് നീ അവളോട് എന്ന് പറ അവക്ക് വട്ടാണെന്ന്, കേട്ടോ? നിങ്ങളെ രണ്ടിനെയും നല്ല രീതിയിൽ അയച്ചു കണ്ടിട്ട് കണ്ണടയ്ക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ പൊരിവേലത്ത് കിടന്ന് പാളം മുറുക്കുന്നതും തൈല് നിരത്തുന്നതെല്ലാം. മനസ്സിലായോ? അല്ലാതെ നിങ്ങളെ നിങ്ങൾക്ക് തോന്നിയ വഴിക്ക് വിടാൻ വേണ്ടിട്ടല്ല ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അങ്ങനെ ഞാൻ വിടുമെന്ന് വിചാരിച്ചെങ്കിൽ അത് അവക്ക് പറ്റിയ മണ്ടത്തരം. നീ അത് അവളോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഏത്? നിന്നോട് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളൊരു സംഗതി, നീ അവളെ കണ്ടു പഠിക്കരുത്. അവളുടേത് മാതിരി തോന്നിയാസങ്ങൾ കാട്ടാൻ തുടങ്ങരുത്. നിന്റെ അമ്മച്ചിക്ക് എന്നുവരെയാണ് ഈ നൈറ്റ് ഡ്യൂട്ടി? 31 വരെ. 31 വരെ. അപ്പൊ അത് കഴിഞ്ഞാ ഡേ ഡ്യൂട്ടി. നീ എവിടെയായി പോകാൻ തുടങ്ങുന്നേ? എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഡാഡി. നാളെ ഒരു ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് ഉണ്ടോ? എങ്കിൽ പോരുന്ന് പഠിക്ക്. എന്നാ പിന്നെ നേരത്തെ നിനക്കിത് പറഞ്ഞുകൂടായിരുന്നോ? ചെല്ലിയല്ലേ. എന്റെ മോള് വൃത്തിയായിട്ട് പഠിച്ച് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് മേടിക്കണം. മിടുക്കിയായിട്ട് മാർക്ക് മേടിക്കണം. ഇത് അതിശയമാണല്ലോ. അല്ല, സാധാരണ പാതിരായ്ക്ക് വന്നിട്ട് വെളുപ്പിനെ സ്ഥലം വിടുന്ന ആള് കാലത്തെ വന്നപ്പോ ഇവനിവിടെ കിടക്കുന്ന കണ്ട് സത്യത്തിൽ ഞാൻ അതിശയിച്ചു. ഇതെന്താ ഇങ്ങനെ പതിവില്ലാതെ എന്ന് മനസ്സിൽ പറയുകയും ചെയ്തു. ഏതായാലും റീത്താമാവിക്ക് സന്തോഷമായി. ഇത്തവണ ആന്റണി ഉള്ളതുകൊണ്ടേ. അത് നേരെ. ആ കുഞ്ഞിന് ഇപ്പോഴാ ഒരു ജീവൻ വയ്ക്കുന്നത്. നമുക്കും ഇനിയിപ്പോ വന്നാലൊന്നും മിണ്ടാനും ഉരിയാടാനും ഒരാളായി. ഇന്നു മുതൽ ഇവൻ നിനക്ക്. നമ്മുടെ പഴയ വാഹനമാ. ഇപ്പോഴൊന്ന് ഓയിലിട്ട് എടുത്താൽ ഏത് റാലിക്കും ധൈര്യമായിട്ട് കൊണ്ടുപോവാം. താങ്ക്സ്. ഒന്ന് ചവിട്ടി നോക്ക്. ഏയ്, നോക്കാനൊന്നുമില്ല.